ജീവിതത്തിൽ ഭയങ്കര പ്രശ്നം വന്ന് ബുദ്ധിമുട്ടി സഫർ ചെയ്ത് അങ്ങനെ ഹൈ ലെവലിൽ നമ്മൾ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഒക്കെ ആയിട്ട് നമ്മൾ ഇരിക്കുക എന്ന് വിചാരിക്കുക. നമ്മളാണ് ഏറ്റവും ലക്കി ആയിട്ടുള്ള ആൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും സന്തോഷവും സങ്കടം എന്ന് പറയുന്നത് ഒരു കോയിൻ്റെ രണ്ട് വശമാണെന്ന് പറഞ്ഞില്ലേ. ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ ഒരു സന്തോഷത്തിന് മുന്നോടി ആയിട്ടുള്ള സംഭവങ്ങളാണ്. അത് രണ്ടും ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ജീവിതം പോകുന്നത്. ഈ സമയത്ത് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് വേറെ ലെവലായിരിക്കും. ഇപ്പോൾ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന മെഡിറ്റേറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് സന്തോഷവും സമാധാനവും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നാച്ചുറലി സാധാരണ രീതിയിൽ ജീവിച്ചു പോകുന്നു. അപ്പോൾ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അത് ഒരു മീഡിയം അല്ലെങ്കിൽ മോഡറേറ്റ് ലെവലിലായിരിക്കും അതിൻ്റെ എക്സ്പീരിയൻസ് അനുഭവങ്ങളൊക്കെ. പക്ഷേ നമ്മളൊരു ഇമോഷണൽ ഒരു ഹൈപ്പിലിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന എക്സ്പീരിയൻസ് അത് വേറെ ആയിരിക്കും. അത് ഭയങ്കര നമ്മൾ കാമായി പീസ്ഫുള്ളായിട്ട് നമ്മളെ ഉള്ളിൽ നമ്മളെ എനർജിയായിട്ട് നമുക്ക് കണക്റ്റ് ആവാൻ പറ്റുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാൾ പീക്കായിരിക്കും. അപ്പം നിങ്ങളെ ജീവിത സാഹചര്യങ്ങളും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ അതിൻ്റെ ഒരു ഹൈപ്പൊക്കെ കഴിയുമ്പം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് നമ്മൾ ആ ഒരു എന്തുകൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടായത്, ആ ഇമോഷൻസ്, പിന്നെ സാഹചര്യങ്ങൾ, ആ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടൊക്കെ എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതും അതിനുള്ള പരിഹാരം എന്താണെന്നുള്ളതൊക്കെ കണ്ടെത്താൻ പറ്റും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത്. ആ സമയത്തല്ല കേട്ടോ, അതൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്കിതിനുള്ള നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരങ്ങളും നമുക്ക് ആ മെഡിറ്റേഷൻ ടൈമിൽ കിട്ടും. അത്ര എക്സ്ട്രീംലി നമുക്ക് പീസ്ഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.